സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി കയ്യിലെ കാശെടുത്ത അധ്യാപകർ ബസ് വാങ്ങിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അങ്ങനെ ഈ വാർത്തയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ചിലപ്പോൾ വിശ്വസിക്കില്ല. എന്നാൽ സംഗതി സത്യമാണ്. മലപ്പുറം കൊണ്ടോട്ടി നെടിയിരുപ്പ് ചിറയിൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരാണ് കുട്ടികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ സ്വന്തം കയ്യിലെ പണം മുടക്കിയത്. അങ്ങനെയും ചില അധ്യാപകരുണ്ട്. ആ റിപ്പോർട്ട് ഒന്ന് കാണാം. LKG മുതൽ 7ാം ക്ലാസ് വരെ 1300ഓളം കുട്ടികളുണ്ട് നെടിയിരുപ്പ് ചിറയിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ. തനി നാട്ടിൻപുറമാണ്. നാട്ടിലേറെയും വീതി കുറഞ്ഞ ഊടുവഴികളും. MLA ഫണ്ട് കൊണ്ട് കിട്ടിയ ഒരു ബസ്സടക്കം 2 വലിയ ബസ്സുകൾ സ്കൂളിൽ ഉണ്ടെങ്കിലും ചെറിയ വഴികളിലൂടെ ഇതൊന്നും പോകില്ല. കുട്ടികളാണെങ്കിൽ യാത്രാ ദുരിതത്താൽ വലയുകയാണ്. ഇതിനൊരു പരിഹാരം കാണാനാണ് സ്കൂളിലെ അധ്യാപകർ തന്നെ കയ്യിലെ കാശ് മുടക്കി ചെറിയ ബസ് വാങ്ങിയത്. 50ഓളം അധ്യാപകരാണ് ഈ CNG ബസ്സിനായി പണം മുടക്കിയത്. ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ഞങ്ങൾ പുറപ്പെടാൻ കാരണം കുട്ടികളെ യാത്രാ ദുരിതം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ്. വലിയ വണ്ടികളൊന്നും ഉൾഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. അതിനാൽ ഉൾഭാഗത്ത് പോയിക്കൊണ്ട് കുട്ടികളെ എടുക്കേണ്ടത് അനിവാര്യമാണ്. 7,35,000 രൂപ ആണ് ഇതിന് റോട്ടിലിറക്കാൻ ഞങ്ങൾക്ക് ചെലവായത്. ആ ഒരു സംഖ്യ സ്വരൂപിക്കാൻ ഇവിടുത്തെ അധ്യാപകർ തന്നെ മുൻകൈയെടുത്തു എന്നതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുത. 7.5 ലക്ഷം രൂപയാണ് പുതിയ ബസ്സിന് ചെലവ് വന്നത്. 20,000 മുതൽ 60,000 വരെ നൽകിയ അധ്യാപകരുണ്ട്. സ്കൂളിലെ അധ്യാപകർ നടത്തിയിട്ടുള്ള ഈ ഒരു വലിയ ഉദ്യമം അത് എത്ര പ്രശംസിച്ചാലും മതിയാവാത്തതാണ്. അവർ സ്കൂളിനോടും ഈ പൊതുസമൂഹത്തോടും നമ്മളെ കുട്ടികളോടുമുള്ള ഏറ്റവും വലിയ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്ന അധ്യാപകരുടെയൊക്കെ സഹായത്തോടു കൂടി ഒരുപാട് തുകകൾ അവർക്ക് കഴിയുന്ന തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ സ്വരൂപിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതാദ്യമായല്ല അധ്യാപകർ സ്കൂളിനായി കയ്യിലെ പണമെടുത്ത് ചിലവഴിക്കുന്നത്. മുൻപ് സ്കൂളിന് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കാൻ 5 ലക്ഷം രൂപയും അധ്യാപകർ നൽകിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം.